ഹായ് എവരിവൺ, പലതരം ചേരുവയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഫലൂഡയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് സാധാരണയായിട്ട് റോസ് ഫ്ലേവർ, പിന്നെ സ്ട്രോബെറി, പിന്നെ മാംഗോ, ഇത് മൂന്നാണ് കിട്ടുന്നത്. ഇപ്പോൾ ഞാനിവിടെ തയ്യാറാക്കുന്നത് മാംഗോയും പിന്നെ റോസും ഫ്ലേവറുകളാണ്. മാംഗോ ഫലൂഡ ഉണ്ടാക്കുന്ന സെയിം പ്രോസസ്സ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് സ്ട്രോബെറി ഫലൂഡയും തയ്യാറാക്കാവുന്നതാണ്. പിന്നെ ഈ ഫലൂഡയ്ക്ക് വേണ്ട സേമിയ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാട്ടോ. നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കണ്ട് കാണും. നിങ്ങൾക്ക് സേമിയ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സേമിയ ഒരു 5 മിനിറ്റ് തിളച്ച വെള്ളത്തിലിട്ട് വേവിച്ചെടുത്താൽ മതി. ഇങ്ങനെ വേവിക്കുന്ന സമയത്ത് അതിൽ കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പായസത്തിനൊക്കെ ഉണ്ടാക്കുന്നത് പോലെ അല്ലല്ലോ. പായസത്തിനൊക്കെ വെക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ തിളപ്പിക്കുകയാണ് പഞ്ചസാരയൊക്കെ ഇട്ട്. അതുകൊണ്ട് നമ്മൾ സേമിയ പായസം കഴിക്കുമ്പോൾ പാലിൻ്റെയും പിന്നെ മധുരവും മറ്റു ഫ്ലേവറൊക്കെ ചേർന്നിട്ട് നന്നായിട്ട് കഴിക്കാൻ പറ്റും. ഇതെന്ന് വെച്ചാൽ ഫലൂഡയിൽ നമ്മൾ ജസ്റ്റ് വേവിച്ചിട്ട് അങ്ങ് ഇടുന്നേ ഉള്ളൂ. അപ്പോൾ ഫലൂഡയിൽ നമ്മളത് കഴിക്കുമ്പോൾ ചിലർക്കൊന്നും അത് അത്ര ഇഷ്ടമാവില്ല. അപ്പോൾ ഇച്ചിരി പഞ്ചസാര കൂടി ഇട്ട് തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു മധുരം അതിന് വരും. അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന രീതിയിൽ സേമിയ ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. അതുപോലെ നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും, നമ്മൾ നന്നായിട്ട് കഴിക്കാൻ പറ്റും സേമിയ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാം. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനിലും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടാം. ഫലൂഡയ്ക്ക് വേണ്ട സേമിയ ആദ്യം തന്നെ നമുക്കിവിടെ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആരോറോട്ട് ഉപയോഗിക്കാം കേട്ടോ. കോൺഫ്ലോറിൻ്റെ അപ്പം നമ്മൾ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഇതുപോലെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മുടെ സേമിയയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടിക്കോളും. ഇനി പഞ്ചസാരയും കോൺഫ്ലോറും കൂടി മിക്സ് ചെയ്ത് നമുക്കൊരു ലൂസ് ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് ആദ്യം തന്നെ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നോർമൽ വാട്ടറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്, വാം വാട്ടർ ഒന്നും ഉപയോഗിക്കരുത്. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആയ ശേഷം ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് വെള്ളം വെച്ച് 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചെടുത്തു. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുത്തു. ഈ ബാറ്റർ നമുക്ക് ഇനി അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് നല്ലൊരു തിക്ക് ഡോ തയ്യാറാക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്ന വെള്ളം കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഡോ തയ്യാറായി കിട്ടത്തില്ല, ഡോ ലൂസായി പോകും, എന്താ തിക്കാവത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ കുക്കാവില്ല. സേമിയയ്ക്ക് വേണ്ട ബാറ്റർ നമ്മളവിടെ തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫലൂഡയ്ക്ക് വേണ്ട കസേസ് കുറച്ച് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കസേസാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ചധികം വെള്ളത്തിലിട്ട് മാറ്റി വയ്ക്കാം. സേമിയത്തിന് വേണ്ട ഡോ തയ്യാറാക്കിയ ശേഷം ചൂടിന് തന്നെ നമുക്ക് ഇടിയപ്പത്തിൻ്റെ പ്രസ്സിലിട്ട് പ്രസ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രസ് അവിടെ തയ്യാറാക്കി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഫ്രീസറിൽ വെച്ച് നന്നായി തണുപ്പിച്ച വെള്ളമാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചധികം ഐസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഫ്രീസറിലേക്ക് വീണ്ടും വയ്ക്കാം. നമ്മുടെ സേമിയയുടെ മാവ് നല്ല ചൂടിനെ തന്നെ പ്രസ് ചെയ്ത് ഈ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. വെള്ളത്തിന് തണുപ്പില്ലാന്നുണ്ടെങ്കിൽ അത് അലന്ന് പോകും. ഇനി നമുക്ക് സേമിയ തയ്യാറാക്കാൻ വേണ്ട ഡോ തയ്യാറാക്കാം. അതിനായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ എടുക്കുക. അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ ഗ്യാസ് ഓൺ ചെയ്യാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ ബാറ്റർ വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഒരുപാട് കൂട്ടിയിടരുത് കേട്ടോ. ഇതിന് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. 1 മിനിറ്റ് കൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് തയ്യാറായി കിട്ടും. ഹൈ ഫ്ലെയിമിൽ നമ്മളത് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റി പോകും, നമ്മുടെ കോൺഫ്ലവർ വേവേമില്ല. അപ്പോൾ നമ്മൾ സേമിയ ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഇത് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നോൺ സ്റ്റിക്കിൻ്റെ തവ തന്നെ ഉപയോഗിക്കുക. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇത് പാകമായിട്ടില്ല കേട്ടോ. ഈ പാകം പോരാ, ഒരു വാസ്ലൈൻ്റെ കൺസിസ്റ്റൻസി ആവും. ശരിക്കും വാസ്ലൈൻ്റെ പോലെ തന്നെ കളറും കൺസിസ്റ്റൻസി ഒക്കെ വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ശരിക്കും വാസ്ലൈൻ പോലെ നല്ലൊരു മിനുസും തിളക്കമൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടിനെ തന്നെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ തുള സാധാ ഇടിയപ്പത്തിൻ്റെ തുള തന്നെ മതി കേട്ടോ. കനം കുറഞ്ഞ തുള മതി, നമുക്ക് വെറുതെ കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ ഒരുപാട് തടിയായിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിടിക്കാൻ പറ്റാത്ത ഭയങ്കര ചൂടാണെന്നുണ്ടെങ്കിൽ ടവൽ വെച്ചിട്ട് തന്നെ പിടിച്ച് ചെയ്യാം കേട്ടോ. ഇനി ഇത് നമ്മൾ തണുപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളത്തിലേക്ക് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം സെറ്റ് ആവാനായിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കാം. ഇപ്പോൾ തന്നെ എടുത്ത് കൈ വെച്ചൊന്ന് ഇളക്കിയോ കയ്യിൽ വെച്ച് ഇളക്കിയൊന്നും ചെയ്യരുത് കേട്ടോ, അത് അലന്ന് പോകും. ഫലൂഡയ്ക്ക് മാംഗോ ഫ്ലേവർ കൊടുക്കാനായിട്ട് വേണ്ടത് ഒരു മാങ്ങയാണ്. അതുപോലെ റോസ് ഫ്ലേവറിന് വേണ്ടിയിട്ട് റോസ് സിറപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ മാങ്ങയ്ക്ക് പകരം മാംഗോ പൾപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. മാംഗോ പൾപ്പ് കുറച്ച് അധികം ഇട്ട് കൊടുക്കേണ്ടി വരും. ഈ ഒരു മാങ്ങ വെച്ചിട്ട് കുറച്ച് മാംഗോ തിക്ക് പേസ്റ്റും മാംഗോ മിൽക്ക് ഷേക്കും നമുക്ക് ഉണ്ടാക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒരു മാങ്ങ കംപ്ലീറ്റ് ആയിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് നന്നായിട്ട് തണുത്ത പാലാണ്. കട്ടപ്പാൽ വേണമെന്നൊന്നുമില്ല കേട്ടോ, ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് കട്ടയായിട്ടുള്ള പാലാണ്. ഇനി ഇതിലേക്ക് ഞാൻ 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 3-4 തുള്ളി ഗോൾഡൻ യെല്ലോ കളറാട്ടോ. ഇത് തികച്ചും ഓപ്ഷനിലാണ്, ഞാൻ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഇടുന്നതേ ഉള്ളൂ. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ല തിക്ക് പേസ്റ്റ് ആയിട്ട് കിട്ടും. ഇതിൽ നിന്ന് കുറച്ച് ഒരു 3-4 ടേബിൾ സ്പൂൺ മാറ്റി വയ്ക്കാം. ഞാനൊരു 2 കപ്പ് മാംഗോ മിൽക്ക് ഷേക്ക് എടുക്കാനുള്ളതേ മാറ്റി വെക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അധികം എടുക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പൾപ്പ് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ബാക്കിയുള്ള മാംഗോ പൾപ്പിലേക്ക് 1 കപ്പ് നന്നായിട്ട് തണുത്ത പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ച് മാംഗോ മിൽക്ക് ഷേക്ക് തയ്യാറാക്കണം. ഇതിലേക്കുള്ള പഞ്ചസാരയുടെ അളവ് മധുരം നോക്കി തീരുമാനിക്കുക കേട്ടോ. ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് മധുരം കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ചും കൂടി പഞ്ചസാര ഇട്ടെടുത്ത് അടിച്ചെടുത്തതാണ്. ഇപ്പം മാംഗോ മിൽക്ക് ഷേക്ക് തയ്യാറായി മറ്റൊരു ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കേണ്ടത് റോസ് മിൽക്ക് ഷേക്കാണ്. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2-3-4 ടേബിൾ സ്പൂൺ റോസ് സിറപ്പ് ഇട്ട് കൊടുക്കാം.
2 കപ്പ് നന്നായിട്ട് തണുത്ത പാൽ ഒഴിച്ചെടുക്കാം. റോസ് സിറപ്പിൽ അത്യാവശ്യം മധുരം ഉണ്ടാവും. അതുകൊണ്ട് ഒന്ന് മധുരം നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ആവശ്യത്തിന് പഞ്ചസാര ഇട്ടെടുത്ത് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഒരു ഫലൂഡയിലേക്ക് മിൽക്ക് ഷേക്ക് ഒരു 1/4 കപ്പൊക്കെ മതിയാവും കേട്ടോ. നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് മാത്രം ഇത് തയ്യാറാക്കിയാൽ മതി. അങ്ങനെ നമ്മുടെ റോസ് മിൽക്ക് ഷേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ സേമിയയും ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടോ. നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ട് ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ട് പിന്നെ നല്ല സോഫ്റ്റുമാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് വേവിക്കുന്നത് മാതിരിയല്ലോ, ഇത് കഴിക്കാൻ പറ്റും നമുക്ക്. ഇനി വേണ്ടത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ആണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാഷ്യൂ, പിന്നെ ബദാം, പിന്നെ ടൂട്ടി ഫ്രൂട്ടി, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിൽക്ക് ഷേക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ മാംഗോ പൾപ്പ് ഇട്ടെടുക്കാം. നമ്മൾ ആദ്യം അടിച്ച് മാറ്റി വെച്ചിട്ടുള്ള മാംഗോ പൾപ്പ് 2 ടേബിൾ സ്പൂൺ ഇട്ടെടുക്കാം. കുതിർത്തി വെച്ചിട്ടുള്ള കസ്സസ് 3 ടേബിൾ സ്പൂൺ ഇട്ടെടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇട്ടെടുത്താൽ മതി കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് 1 ടേബിൾ സ്പൂൺ ഇട്ടെടുക്കാം. 2 വലിയ ടേബിൾ സ്പൂൺ സേമിയ ഇട്ടെടുക്കാം. സേമിയ ഇട്ടെടുത്ത ശേഷം മുകളിലായിട്ട് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള മാംഗോ മിൽക്ക് ഷേക്ക് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊക്കെ ഫ്രൂട്ട്സ് ആണോ അതൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് 1 സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടി ഞാൻ വെച്ചെടുത്തിട്ടുണ്ട്. ഐസ്ക്രീം ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഐസ്ക്രീം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഏതെങ്കിലും ഒന്നിട്ടാലും മതി. ഏറ്റവും മുകളിലായിട്ട് കുറച്ച് മാംഗോ പൾപ്പും കൂടി ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. മാംഗോ ഫലൂഡ ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി റോസ് ഫലൂഡ തയ്യാറാക്കാം. സെയിം രീതിയിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ എങ്ങനെയാണോ ഇഷ്ടം അതനുസരിച്ച് സെറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഫലൂഡയുടെ റെസിപ്പി ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ വിശപ്പും ദാഹവും എല്ലാം കെടാൻ പറ്റിയ നല്ലൊരു റിഫ്രഷ്മെന്റ് ഡ്രിങ്ക് ആണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ. സേമിയവും വീട്ടിൽ തന്നെ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. നമുക്ക് വളരെ എളുപ്പം തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക്